അപ്പം ഞാൻ എങ്ങനെ എടുക്കുക? കട്ടായി പോകുന്നുണ്ട് തല. ഞാൻ പറയണ കേൾക്കുണ്ടാവോ? അമ്മ ഞാനാണോ എതിർക്കണം എനിക്കറിയില്ല. 3, 2, 1 യാ ചൊപ്പിച്ചു പോനേ. ഹേ എവ്രി വൺസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതരം ഇതുവരെ നമ്മുടെ ചാനലിൽ വരാത്തൊരു വീഡിയോ ആണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മൈ യൂട്യൂബ് ജേർണി. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എനിക്കിങ്ങനെ ഒരു ജേർണി പറയാൻ മാത്രം ഒരു ബെനിഫിറ്റ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നൗ ഓൾ ദാറ്റ് ഹാപ്പൻഡ്. ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗാക്കാം, മേ ബി ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ വ്ളോഗ്സ് എടുക്കുന്നോ, ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നോ, അതിൽ നിന്ന് എനിക്കൊരു റവന്യൂ വരുമെന്നോ ഒന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. യെസ്, ഐ ഗോട്ട് മൈ ഫസ്റ്റ് റവന്യൂ ഫ്രം യൂട്യൂബ്. അതെനിക്കൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഹൗ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് എന്നുള്ളത് പറയണമെന്നാണ് ഞാൻ ആദ്യം വിചാരിക്കുന്നത്. ബിക്കോസ് ഐ ആം എ ന്യൂ മോം. കറൻ്റ്ലി ജാനി ഇപ്പോൾ 2 years അടുക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ട് പല പല കാരണങ്ങളാൽ അതിങ്ങനെ നീണ്ടു പോവുമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് മൈ യൂട്യൂബ് ജേർണി March 18th, 2025 ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് September 15 ജാനി ഉണ്ടാവുന്നു. ആ സമയത്തെല്ലാം മെറ്റേണിറ്റി ലീവ്, ഏപ്രിലിൽ ജോലിക്ക് തിരിച്ച് കയറണം. അപ്പം ന്യൂ മോമിൻ്റെയും ഒരു ന്യൂ ജോലിയിലേക്ക് പോകുന്നതിൻ്റെ മിഡിലിൽ ഞാനിങ്ങനെ വെറുതെ കുറച്ച് സമയം എന്താ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ഒറ്റ ചിന്ത എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു മോണിറ്റൈസേഷൻ ഉണ്ടാവുന്നോ, എനിക്കതിലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നോ, ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലിറ്ററലി ഇവിടെ ജാനി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ഇപ്പുറത്ത് കുറച്ചധികം നേരം ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം എന്തോ എനിക്കപ്പോൾ തോന്നി, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 1-2 പേർക്ക് ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് അതൊരു ചെറിയ റീൽസ് പോലെയൊക്കെ ആക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരുപാട് ബാക്കപ്പ് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതൊക്കെ ഓരോ ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പതിയെ എൻ്റെ ചാനൽ അങ്ങനെ ഗ്രോ ആയി. ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. ഡെയിലി ഷോർട്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. ഡെയിലി മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ആ ഒരു സമയത്ത് ഒരു ഫുൾ മന്ത് ഒക്കെ കണ്ടിന്യൂസ്ലി ഞാൻ വ്ളോഗ്സും വീഡിയോസും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ബൈ നവംബർ, അതായത് മാർച്ചിൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ബൈ നവംബർ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഏർലി മോണിറ്റൈസേഷൻ ഓണായി. ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് യൂട്യൂബിൽ 2 types ഓഫ് മോണിറ്റൈസേഷൻ വരും. ഏർലി മോണിറ്റൈസേഷൻ ഉണ്ട്, ദെൻ റവന്യൂ വരുന്ന രീതിയിലുണ്ട്. അപ്പോൾ ഏർലി മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സും 3 പബ്ലിക് അപ്ലോഡ്സ്, അല്ലെങ്കിൽ 3000 വാച്ച് ഓവേഴ്സ് ഇൻ ലോങ് വീഡിയോസ്, ഓറൽസ് 3 million പബ്ലിക് ഷോർട്സ് വ്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബൈ നവംബർ ആയപ്പോഴത്തേക്കും ഞാൻ ആ കാറ്റഗറി എനേബിൾഡ് ആയി. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചാനലിലെ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, കുറച്ചധികം ബെനിഫിറ്റ്സ് അവിടെ ഓൺ ആയിട്ടുണ്ടായിരുന്നു. ദെൻ ബൈ ഡിസംബർ ആയപ്പോഴത്തേക്കും വീണ്ടും ഞാൻ അടുത്ത കാറ്റഗറി, അതായത് നമുക്ക് ആഡ് റവന്യൂസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള അടുത്ത കാറ്റഗറിയിൽ ഞാൻ എലിജിബിളായി. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവേഴ്സ് അല്ലെങ്കിൽ 10 million യൂട്യൂബ് ഷോർട്സും കിട്ടുന്ന രീതിയിൽ നമുക്ക് എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന റവന്യൂ വരും. അപ്പോൾ ബൈ ഡിസംബർ, മാർച്ചിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയപ്പോഴത്തേക്കും എനിക്കിതെല്ലാം എനേബിൾഡ് ആയിട്ടുണ്ടായിരുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. സെക്കൻഡ്, ഈ ഫുൾ ആഡ് റവന്യൂ നമ്മൾക്ക് എനേബിൾഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വീഡിയോസിൽ വരുന്ന ആഡ്സ്, നമ്മുടെ ഷോർട്സിൻ്റെ മിഡിലിൽ വരുന്ന ആഡ്സ്, ഇതിൻ്റെ എല്ലാം റവന്യൂസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അപ്പോൾ ബൈ ഡിസംബർ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം എനിക്ക് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് താങ്ക്സ് പറയാനുള്ളത്. ബിക്കോസ് ദ വ്യൂസ് മാറ്റേഴ്സ്. ആൻഡ് ഞാൻ എൻ്റെ അടുത്ത് പ്രൗഡാണ്, കാരണം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട സമയത്തെല്ലാം വീഡിയോസ് എൻ്റെ വർക്കിൻ്റെയും പിന്നെ എൻ്റെ മോം ലൈഫിൻ്റെയും വീടിൻ്റെയും എല്ലാത്തിൻ്റെയും ഇടയിൽ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ശരിക്കും ബെനിഫിറ്റായി എന്ന് തന്നെ പറയാം. യെസ്, അങ്ങനെ എൻ്റെ ചാനലും മോണിറ്റൈസ്ഡ് ആയിക്കാണ്. ഐ ഗോട്ട് മൈ ഫസ്റ്റ് റവന്യൂ. എനിക്ക് താങ്ക് യു, അല്ലാതെ എന്താ കൂടുതൽ പറയേണ്ടത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ താങ്ക് യു സോ മച്ച്. അങ്ങനെ എനിക്ക് ജൂലൈ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ്
ഇൻകം ഫ്രം യൂട്യൂബ് കിട്ടി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വേറൊന്നുമല്ല, കാരണം എന്നെപ്പോലെ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരിക്കില്ല നമ്മുടെ എന്താ പറയുക വീഡിയോ. ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ ക്ലിക്ക് അയക്കണത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വൈറലായി പോയത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു വീഡിയോ ആണ് എൻ്റെ വൈറലായി പോയത്. അതിനിപ്പോൾ 34.6 മില്യൺ സംതിങ് വ്യൂസ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ നോക്കുമ്പോൾ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ക്ലിക്കായി പോകുന്നത്. അപ്പം ഒരിക്കലും പുറകോട്ട് പോവാതെ എന്നും അപ്ലോഡ് ചെയ്യുക, എപ്പോഴും ആ ഒരു ചാനൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള കൺസിസ്റ്റൻസി കാണിച്ചാൽ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ആക്ച്വലി യൂട്യൂബിൻ്റെ കാര്യത്തിൽ വന്ന ഓരോ മൈൽ സ്റ്റോൺസും ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് പറയുക എൻ്റെ ഇൻലോസിനെയാണ്. കാരണം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ചാനൽ തുടങ്ങുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അർജുൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെ അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇൻലോസ് തന്നെയാണ്. കാരണം അമ്മ എപ്പോഴും പറയും, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണതൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് നമ്മുടെ റെസിപ്പിയൊക്കെ ആൾക്കാർക്ക് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ അമ്മ എപ്പോഴും പറയും. പക്ഷെ എനിക്കെന്തോ മടിയായിരുന്നു. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെ പുറത്ത് കാണിക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരായിരുന്നു ഞാനും അർജുൻ. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും വ്ളോഗ്സ് എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോയിൽ വരുന്ന എല്ലാവരുടെയും പ്രൈവസിയും എല്ലാം റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വരെ വീഡിയോസ് എടുത്തിട്ടുള്ളതും ഇനി അങ്ങോട്ടും. ആ ഒരു മൈൻഡ് സെറ്റുള്ള ഞാൻ ഒരിക്കലും യൂട്യൂബ് തുടങ്ങുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഏതൊക്കെയോ സമയത്ത് എന്തൊക്കെയോ സംഭവിച്ച് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇനിയിപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നതും. കാരണം ഇപ്പോൾ എനിക്കുള്ളത് 13,000 സബ്സ്ക്രൈബേഴ്സാണ്. അതൊരു ചെറിയ എമൗണ്ട് അല്ല. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബിലുള്ള ഓരോ മൈൽ സ്റ്റോൺസും എനിക്ക് ഭയങ്കര വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ 18th ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. നവംബർ ഡിസംബറിൽ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ ആഡ്സൻസിൻ്റെ പിന്ന് വന്നത്, എന്തിന് 24th മെയ്യിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് അയക്കുന്നത് വരെ ഞാൻ ഭയങ്കര ക്ലോസ്ഡ് ഹാർട്ടായിട്ട് കാക്കുന്ന ഒന്നാണ്. കാരണം വ്യൂസോ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ അങ്ങനെ ഒരു തലയ്ക്ക് പിടിച്ച് അങ്ങനെയല്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എവിടേക്കോ ഒരു ഒരു അപ്രിസിയേഷൻ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിലും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതെല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടായിട്ട് പറയുന്നത്, ഹ്യൂജ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് കാണുന്നതിന്, എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിന്. ബിക്കോസ് ഇന്ന് എനിക്ക് സന്തോഷം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് യു. എളുപ്പമല്ല ഒരു ഫോൺ നോക്കി ഇങ്ങനെ സംസാരിക്കാനുള്ളതെന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഞാൻ തന്നെ ഇത് എത്ര ടേക്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോടും, പിന്നെ എൻ്റെ ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് അർജുൻ. കാരണം ദ സപ്പോർട്ട്, ദ ലവ് ആൻഡ് ദ മോട്ടിവേഷൻ ഇതെല്ലാം തരുന്നത് നമുക്ക് നമ്മുടെ ഒരു കാര്യം ചെയ്യുന്നതിന് ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പം ആ ഒരു സൈഡ് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇൻലോസ്, എൻ്റെ പാരൻസ്, എൻ്റെ സിബ്ലിംഗ്, എല്ലാവരും, എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരെൻ്റെ കൂടെയുണ്ട്. അപ്പം അവർക്കൊക്കെ എനിക്കിങ്ങനെ ഒരു സന്തോഷം വരുമ്പോൾ അവരും കൂടെ സന്തോഷിക്കണ കാണുമ്പോൾ അത് ഒരു നല്ല ഫീലിംഗ്. ആക്ച്വലി എനിക്ക് ഇവിടെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ചമ്മലായിട്ട് ഈശ്വരാ ഭൂമി വളർന്ന് താഴെ പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരോടും പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷമാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പം അതും എനിക്ക് ഭയങ്കര ഒരു ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യമാണ്. കാരണം അവർ നമ്മൾ ചെയ്യുന്നത് അവരും ഭയങ്കര രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് ബീറ്റ് നമ്മുടെ ഹസ്ബൻഡ് ആവട്ടെ, നമ്മുടെ പാരൻസ് ആവട്ടെ, നമ്മുടെ ഇൻലോസ് ആവട്ടെ, ആരായാലും നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. അതിന് ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. അതിപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് എനിക്കൊരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും.
എൻ്റെ യൂട്യൂബ് ജേണി പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എനിക്ക് 1-2 സിറ്റുവേഷൻസിൽ എനിക്കറിയില്ലാത്ത ആൾക്കാർ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് ഞാൻ വീട്ടിൽ വന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പാർട്ട്ണർക്കായാലും എൻ്റെ പാരൻസിലായാലും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴാണെങ്കിലും അവരൊക്കെ തരുന്നൊരു റിയാക്ഷൻ അതൊരു പ്രൈസ്ലെസ് ആയിരുന്നു ആക്ച്വലി. കാരണം ഒരു ഫങ്ഷനിൽ ഞാൻ പോയിട്ട് അവർ വന്ന് എൻ്റെ അടുത്ത് വീഡിയോസൊക്കെ ചെയ്യാറില്ലേ, വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയണത്, അത് ആ സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ചളുപ്പായിട്ട് നിന്നു പോകും. പക്ഷേ നമ്മുടെ വീഡിയോസൊക്കെ എവിടേക്കോ എത്തുന്നുണ്ട്, ആരൊക്കെയോ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റെക്കഗ്നിഷനാണ് ആക്ച്വലി അത് കിട്ടുക എന്നുള്ളതും ചെറിയൊരു കാര്യമല്ല. എനിക്ക് താങ്ക്ഫുള്ളി 1-2 വട്ടം അങ്ങനെയുള്ളൊരു മൊമെൻറ്റ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ യൂട്യൂബ് ജേർണിയിൽ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇനി കൂടുതൽ വിശേഷം, കൂടുതൽ വ്ളോഗ്സും ഷോർട്സും എല്ലാം ആയിട്ട് ഞാൻ വീണ്ടും വരാൻ നിങ്ങളുടെ അടുത്തേക്ക്. അതുവരേക്കും ബൈ ബൈ.